എല്ലാവർക്കും മലയാളി മേക്കോവറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ കുറേ സഹോദരിമാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ഈ ഹാൻഡ് കെയർ വീഡിയോ. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഇടണമെന്നും കരുതിയതാണ് വീഡിയോ. പക്ഷേ എൻ്റെ കയ്യിലൊക്കെ ധാരാളം ഹെയർ ഉണ്ട്. അപ്പോൾ ഈ ഹെയർ കൂടി വാക്സ് ചെയ്ത് കളയാമെന്ന് കരുതി. അപ്പോൾ ഇന്നാണ് ഞാൻ വാക്സ് ഉണ്ടാക്കിയത്. നമ്മൾ വീഡിയോ ഇട്ടിരുന്ന അതേ വാക്സ് തന്നെയാണ്. ആ വാക്സിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വരുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 100% നാച്ചുറലാണ്, ഒട്ടും കെമിക്കൽസ് ഇല്ല, വളരെ വളരെ യൂസ്ഫുൾ ആണ്, സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാക്കില്ല. വാക്സിൻ സ്ട്രൈപ്പ് കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നായി. ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാക്സിൻ സ്ട്രൈപ്പ് കൊണ്ട് ഇന്ന് വാക്സ് ചെയ്യണം. നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയി, ഹാൻഡ്സൊക്കെ നല്ലപോലെ ഡ്രൈ ആയി 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വാക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ കരുതിയിട്ടുണ്ട്. ഈ ഹെയർ ഒക്കെ കളഞ്ഞാലാണ് നമ്മുടെ കൈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യാന്ന്. ആദ്യം നമുക്ക് ഇതുപോലെ ഒരു ലെമൺ വേണം. ലെമൺ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, സ്കിപ്പ് ചെയ്യാനേ പാടില്ല. കാരണം വളരെ യൂസ്ഫുൾ ആണിത്. പലരും ഇത് ആസിഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ സൺടാനൊക്കെ പോകാൻ വളരെ എഫക്റ്റീവാണ്. സ്കിൻ നല്ല സോഫ്റ്റ് ആകും, അതുമാതിരി തന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ലെമണിൻ്റെ ഹാഫ് എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കൈയൊന്ന് നല്ലപോലെ നനച്ച് കൊടുക്കുക, വെറ്റാക്കുക. ഞാൻ കൈയൊന്ന് നനച്ച് തുടച്ചിട്ടുണ്ട്. ഇനി കൈൻ്റെ മുകളിൽ കൂടെ ഈ ലെമൺ കൊണ്ട് ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു സർക്കുലർ മോഷനിൽ വേണം കേട്ടോ. ഈ ഡാർക്ക് ഭാഗമില്ലേ, ഇങ്ങനെ ചുളിവുകൾ വരാൻ ചാൻസ് ഉള്ള ഈ ഭാഗങ്ങൾ, ഈ ചെറിയ അവിടെയൊക്കെ ഇതാ ഇങ്ങനെ ലെമൺ കൊണ്ട് റൗണ്ട് സർക്കുലാർ മോഷനിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു നാച്ചുറൽ ബ്ലീച്ച് കൂടിയാണ്. അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫേസിൽ ലെമൺ യൂസ് ചെയ്യാറില്ലായിരിക്കും, വേണ്ട എന്നാൽ കൈകളിൽ യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ഫേസിൽ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ കൈകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സ്കാൾപ്പിനാണെങ്കിൽ വളരെ എഫക്റ്റീവാണ് ലെമൺ എന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ കെയർ പാക്കുകളിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. കാരണം റൂട്ട് തൊട്ട് ഹെയറിൻ്റെ സ്ട്രെങ്തൻ ചെയ്യാൻ, ഓരോ സ്ട്രാൻഡിനെയും സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ഈ നമ്മുടെ ഹാൻഡ് കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലരും ഈ ഒരു പോർഷൻ മാത്രമാണ് കെയർ ചെയ്യുന്നത്, ഇവിടേക്ക് അങ്ങോട്ട് ഒന്നും ചെയ്യാറില്ല. കൈ നിങ്ങൾ സംരക്ഷിക്കുമ്പോൾ നമ്മൾ സൺടാനൊക്കെ കൊള്ളുന്നത് ഇത്രയും ഒരു ഭാഗത്തേക്കായിരിക്കും, ഇവിടെയൊക്കെ കൊള്ളുന്നുണ്ടായിരിക്കും. അപ്പോൾ എവിടെയൊക്കെ സൺടാൻ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ പാക്ക് യൂസ് ചെയ്യാം. ഈ ഭാഗത്ത് മാത്രം യൂസ് ചെയ്യാതിരിക്കുക. ഈ ഭാഗത്ത് മാത്രം യൂസ് ചെയ്താൽ ഒരു ഷെയ്ഡ് ഡിഫറൻസ് വരും, ഇവിടെ മാത്രം ഒന്ന് ബ്രൈറ്റ് ആക്കും. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ നിന്ന് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഹാൻഡ് കെയർ എന്ന് പറയുമ്പോൾ ഇതുമാതിരി കുറേ പാക്കുകൾ മാത്രം യൂസ് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ പുറത്തൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഹാൻഡ് കവേഴ്സ് യൂസ് ചെയ്യുക, സ്കാർഫൊക്കെ കിട്ടുക. പിന്നെ അതുപോലെ തന്നെ ഡിറ്റർജൻസും ഡിഷ് വാഷൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്കിന്നിന് അലർജി വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല സ്കിൻ ഭയങ്കര റഫാകും. അതുകൊണ്ട് എന്തായാലും ഗ്ലൗസ് യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നതാണ്. പാത്രം കഴുകുമ്പോഴും അതുമാതിരി തന്നെ തുണി കഴുകുമ്പോഴും ഗ്ലൗസുകൾ യൂസ് ചെയ്യാം. ധാരാളം വെള്ളം കുടിക്കണം. കാരണം അത്രയ്ക്കും ചൂടാണ്. അപ്പോൾ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെയൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്ക്രബിലേക്ക് നമുക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് റൈസ് ഫ്ലോർ ആണ്. കണ്ടോ, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിപ്പൊടി 1 ടീസ്പൂൺ നമ്മുടെ പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യം കോഫിയാണ്. അപ്പോൾ ഞാൻ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണ്ട കേട്ടോ. 1 ടീസ്പൂൺ കോഫി പൗഡർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ നമുക്ക് ആവശ്യം തൈരാണ്, കർഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ യോഗേർട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം യോഗേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ സ്ക്രബ്. നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുകൊണ്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമ്മൾ 2 കൈകളിലും അതുപോലെ തന്നെ കൈമുട്ടിലും ടാനുള്ള എല്ലാ ഏരിയയിലും, കാലിലാണെങ്കിലും ഇത് ഭയങ്കര എഫക്റ്റീവാണ്. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറത്തും ഉള്ളിലും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ക്രബൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ കൈകൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സ്ക്രബ് വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ കൈ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നല്ല ഗ്ലോയും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്ക്രബ് ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാകും. ഇനി പാക്കും കൂടി ഇട്ടിട്ട് ഒരു 20 മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെങ്കിലുണ്ടല്ലോ സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇനി നമ്മുടെ ഈ പാക്ക് ഡെയിലി ഒരാഴ്ച ഫുള്ളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈവനിങ്ങിൽ യൂസ് ചെയ്യാം. മോർണിംഗിൽ പുറത്തേക്ക് പോകണതല്ല, അപ്പോൾ ഈവനിങ് വൈകിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ
നിങ്ങളുടെ കൈകൾ എന്ന് പറയുന്നത് അമേസിങ് ആയിരിക്കും, സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ പാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഞാനൊരു ബൗളിൽ ഇതാ വീറ്റ് ഫ്ലോർ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് സ്കിപ്പ് ചെയ്തിരിക്കുക. പ്യുവർ വീറ്റ് ഫ്ലോർ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ ഗോതമ്പ് പൊടി ആട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈവനിങ്ങിൽ ചെയ്താൽ മതി, ഈ പാക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം, റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടുന്നവർ എന്തായാലും അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീറ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഒന്നുപോലും സ്കിപ്പ് ചെയ്യരുത്. ഓരോന്നും അതിൻ്റെതായ ഗുണങ്ങളുള്ളത് കൊണ്ടാണ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. കുറച്ച് റോസ് വാട്ടർ, അതായത് ഈ വീറ്റ് ഫ്ലോർ മുങ്ങാൻ മാത്രമുള്ള റോസ് വാട്ടർ, 1 ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയാം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് മിൽക്കാണ്. കണ്ടോ, റോ മിൽക്കാണ്. അപ്പോൾ റോ മിൽക്ക് നമുക്ക് ഈ പാക്കിലേക്ക് കുറച്ച് റോ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ ആണ്. കണ്ടോ, ഇതുപോലെ ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ട്, ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഡെയിലി ഈ പാക്ക് യൂസ് ചെയ്യുക. സ്ക്രബ് ചെയ്തില്ലെങ്കിലും ഈ പാക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, പലരും ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, ഫേസ് പാക്ക് ആണെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇത് ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു വട്ടം മാത്രം യൂസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഹാൻഡ് കെയർ ആണെങ്കിലും അതുപോലെ ഫേസ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും നിർത്താൻ പാടില്ല. നിർത്തിക്കഴിഞ്ഞാൽ എന്താ പഴയതുമാതിരി തന്നെയാകും. കണ്ടോ, ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ഡ്രൈ ആകണം ഈ വീറ്റ് പാക്ക് നല്ലപോലെ കയ്യിലിരുന്ന് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഹലോ, അപ്പോൾ അതാ ഞാൻ നമ്മുടെ പാക്കൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞു. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ചിലർക്ക് 20 മിനിറ്റ്സിനുള്ളിൽ നല്ലപോലെ ഡ്രൈ ആകും, ചിലർക്ക് 20 മിനിറ്റ്സിന് മേലെ വരും. നല്ലപോലെ ഡ്രൈ ആയിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. കണ്ടോ, എന്തൊരു സുഖമെന്നറിയോ. അപ്പോൾ അമേസിങ് ആണ് ഈ DIY. വെറുതെ ലീവ് ചെയ്യരുത്, കൈ ഇങ്ങനെ വെറുതെ വിടരുത്. ഇതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ, നല്ല സൂപ്പർ ആയിട്ടുള്ള എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ അന്ന് ഉണ്ടാക്കിയിരുന്ന വൈറ്റമിൻ സി ഓയിൽ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യാറ്. അത് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ വൈറ്റമിൻ സി ഓയിലിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതായി വരുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആൻറ്റി ഓയിലാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈവനിങ്ങിലായിരിക്കുമല്ലോ ചെയ്യുന്നത്, അപ്പോൾ വെയിലത്തോട്ടൊന്നും പോകാത്തത് കൊണ്ട് ഈ വൈറ്റമിൻ സി ഓയിൽ നമുക്ക് കൈകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൈൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യാം. നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കുന്ന ഈ ടൈമിൽ നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിൻ നല്ലപോലെ അബ്സോർബ് ചെയ്തോളും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ഓയിൽ കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഓയിലിന്. നമ്മൾ ഹോം മെയ്ഡ് ഓയിലാണ്, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആൻഡ് സിൽക്കി ആകും, നല്ല ഗ്ലോവിങ് ആകും ഹാൻഡ്സൊക്കെ. അപ്പോൾ ഇതുകൂടി അപ്ലൈ ചെയ്താൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, നിങ്ങളിൽ ഇനി ഇതില്ലെങ്കിൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ ആയാലും അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക.